പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മകര സംക്രാന്തി, പൊങ്കൽ, മകരവിളക്ക്, ഒരുപാട് സംഭവങ്ങൾ, ലോറി, കുറെ സംഭവങ്ങൾ ഉള്ള ദിവസമാണ്. അപ്പൊ എല്ലാത്തിന്റെയും ആശംസകൾ. ഈ വീഡിയോ വരുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇന്ന് എന്താ പറയാ, ഇവിടെ മകരവിളക്കാണ്, മകരസംക്രാന്തിയാണ്, അതുപോലെ തന്നെ പൊങ്കലാണ് അല്ലെ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരുത്തരും എന്താ, ഇവിടെ മകരസംക്രാന്തിയാണ് ആഘോഷിക്കാറ് കേട്ടോ. അപ്പൊ പിന്നെ അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ ഈ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. പിന്നെ പറഞ്ഞ പോലെ കുറെ ദിവസത്തിന് ശേഷം രംഷേട്ടൻ തിരിച്ച് മുംബൈയിലേക്ക് എത്തി. ഓഫീസും സ്കൂളും ഒക്കെ ബാക്ക് ടു ഇതിലേക്ക് എത്തി. അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2024 പുതിയതായിട്ട് തുടങ്ങിയ ഒരു ശീലം, പുതിയതായിട്ടല്ല, നിർത്തി വെച്ചിരുന്ന ഒരു ശീലം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ ബുക്ക് റീഡിങ്ങിനെ പറ്റിയിട്ട്. അപ്പൊ ഞാനിപ്പോ 2 ബുക്ക് വായിച്ചു കഴിഞ്ഞു. 3ാമത്തെ ബുക്ക് വായിച്ചും കൊണ്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെന്യാമിന്റെ ആടുജീവിതമാണ് ആദ്യമായിട്ട് വായിച്ചത്. 2ാമത് വായിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ആതിര സജസ്റ്റ് ചെയ്ത ബുക്കാണ്. അവളുടെ ബുക്കാണ് കേട്ടോ ഇത്. അപ്പൊ അവളെ എനിക്ക് വായിച്ചിട്ട് ഭയങ്കര നല്ല ബുക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയപ്പോഴും ഭയങ്കര റിവ്യൂ ഉള്ള ഒരു ബുക്കായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും വായിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം ഞാൻ വായിക്കുന്നത്. ഒരുവിധം പേരൊക്കെ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ. നിംന വിജയുടെ കേട്ടോ, അടിപൊളി ബുക്കാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഇപ്പൊ എടുത്താ ഞാൻ, കാരണം ഇത് കിട്ടിയ അന്ന് തന്നെ രാത്രി ഒറ്റ ഇരിപ്പിന് ഇരുന്ന് 3 മണി വരെ ഇരുന്ന് വായിച്ചു തീർത്ത ബുക്കാണ്. അത്ര നല്ല ബുക്ക്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ്, പക്ഷെ നല്ല രസമുള്ള ബുക്ക്. അപ്പൊ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കൂ. ഇനി ഞാൻ ഓർഡർ ചെയ്ത ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നല്ല റിവ്യൂ ഉള്ളതാണ്. അപ്പൊ അതൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ അതിന്റെ റിവ്യൂ പറയാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ഷബിന, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഷബിന എനിക്ക് സജസ്റ്റ് ചെയ്ത ബുക്കായിരുന്നു ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അത് ഞാൻ വായിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ള് തീർത്തിട്ടില്ല, അതൊരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് കിൻഡലിലാണ് വായിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ബുക്കൊക്കെ പറഞ്ഞ പോലെ കിൻഡലിൽ കിട്ടാനുമില്ല, പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെയൊക്കെ വായിക്കാൻ ബുക്ക് തന്നെയാണ് രസം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റേതായ സംഭവങ്ങളൊക്കെ ഞാൻ ഒരു ബുക്ക് പോലെ വാങ്ങിക്കാം. പിന്നെ ഫ്രണ്ടും ഉണ്ട്, അവളും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോ ഇത് അവളുടെ ബുക്കാണ്, ഇനി ഞാൻ വാങ്ങിക്കുന്നത് അവൾക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്ക് റീഡിങ് ഫ്രണ്ട്സും നമ്മൾ ഇതിനെപ്പറ്റി അറിയുമ്പോഴാണല്ലോ നമ്മുടെ ഫ്രണ്ട്സ് ഇതൊക്കെ ചെയ്യുന്നവരാണ് നമുക്ക് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. നല്ലൊരു ദിവസമായിട്ട് കുറച്ച് ദിവസം രാവിലെ എണീറ്റ് ഉടനെ ഇങ്ങനെ വായിക്കുമ്പല്ലേ ഒരു ദിവസം തുടക്കം അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ കുറച്ച് സമയം സ്കൂളും ഓഫീസൊക്കെ എല്ലാവരും പോയതിനു ശേഷം കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് വായിക്കാനുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ പിന്നെ ദിവസം തുടങ്ങാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മസാല കറി ആക്കാന്ന് വിചാരിച്ചു. മസാല ദോശയുടെ മസാല, പക്ഷെ അത് കുറച്ച് കറി പോലെ ഗ്രേവി പോലെ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി. അപ്പൊ മിത്തുകുട്ടിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ആലു പൊറോട്ട ആയിരുന്നു കേട്ടോ ലഞ്ചിന് കൊടുത്തേച്ച്. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, കാരണം അത് ഈ ക്യാമറയൊക്കെ കൊണ്ടുവച്ച് രാവിലത്തെ ആ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ എനിക്ക് അതിന് സമയം കിട്ടാറില്ല. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ആലു പൊറോട്ട കൊടുത്തയച്ചത്. പിന്നെ സ്നാക്സ് ആയിട്ട് ഷോർട്ട് ബ്രേക്കിന് എപ്പോഴും ഞാൻ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തേക്കാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കുള്ള ദോശ ഉണ്ടാക്കണം. ഇവർക്കുള്ള ദോശയൊക്കെ കൊടുത്തയച്ച് എല്ലാം കഴിഞ്ഞു. എനിക്കുള്ള ദോശ ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ കുറേ സ്വീറ്റ്സ് വന്നിട്ടുണ്ട്. രംഷേട്ടൻ വരുമ്പോ കൊണ്ടുവന്ന സ്വീറ്റ്സ് ആണ് കേട്ടോ. അടയാർ ആനന്ദ ഭവന്റെ നല്ല അടിപൊളി സ്വീറ്റ്സ്, ജിലേബി, മൈസൂർ പാക്ക്, ലഡു. കാരണം നല്ല ടേസ്റ്റ് അല്ലേ ഈ ജിലേബി, മൈസൂർ പാക്കൊക്കെ. അതും സൗത്തിൽ കിട്ടുന്നത് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെ ഈ കാജു കട്ട്ലി, ബർഫി ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ എന്നെങ്കിൽ സൗത്തിലെ മെയിൻ എന്ന് പറയുന്നത് നല്ല ജിലേബിയും. ഇവിടെയും ജിലേബി കിട്ടും, ആ മറ്റേ ടൈപ്പ് ജിലേബി, തേൻ കുഴൽ എന്ന് പറയില്ലേ, അതുപോലത്തെ മൈസൂർ പാക്കും സംഭവങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളത്? ഒരു ജിലേബിയാണ് ബാക്കിയുള്ളത്. മൈസൂർ പാക്കൊക്കെ പോയ വഴി ഇറങ്ങില്ല. പിന്നെ ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, പനീർ ജാമുൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പനീറിൻ്റെ, നമ്മുടെ ഗുലാബ് ജാമുൻ പോലത്തെ പനീറിൻ്റെ ജാമുൻ. എന്നെ നന്നാവോ സമ്മതിക്കില്ല ഒരാരും. കഴിഞ്ഞു, ഇതോടെ നിർത്തി എന്ന് പറയില്ലേ. കാരണം
എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊതുവേ എനിക്ക് അടയാർ അനന്തഭവൻ ഭയങ്കര ഇഷ്ടം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ നിന്ന് A2B ഫുഡൊക്കെ കഴിച്ച് നല്ല എന്താ പറയുക ക്യാരറ്റ് ഹൽവയും നമ്മുടെ റവ കേസരിയും ഒക്കെ. ഇവിടെ ഞാൻ എപ്പോഴും പറയാറില്ല, ഇവിടെ ആ ഒരു സൗത്ത് ഇന്ത്യൻ ഒതൻറ്റിക് ഡിഷ് ഉണ്ടാവും കേട്ടോ. ഒരു മണീസ് ലഞ്ച് ഹോം അങ്ങനെ ഒരു വളരെ എണ്ണപ്പെട്ട കുറച്ച് 1-2 സ്ഥലങ്ങൾ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനൊരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഇങ്ങനത്തെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷം. പിന്നെ മിത്തുക്കുട്ടിക്ക് എന്തൊക്കെയോ അങ്ങനത്തെ പിസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ അങ്ങനത്തെ കുക്കീസ്, പിന്നെ പക്കോട, അതൊക്കെ ഒരു ഭയങ്കര പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം രാവിലെ എൻ്റെ പണി എന്താ വെച്ചാൽ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ മിത്തുവിനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മിത്തുവിനെ പറഞ്ഞയച്ച് കുളിയൊക്കെ ഇപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ എനിക്ക് വിശക്കുമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ എണീറ്റ് ഒരു ഗുലാബ് ജാമുൻ, ഒരു പനീർ ജാമുനും ഒരു മൈസൂർ പാക്കൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും ഇനി മേലാൽ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് എത്ര നല്ലതൊന്നല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കുക എന്നുള്ളത് അത്ര നല്ലതൊന്നല്ല. നമ്മൾ വേഗം ദോശ ഉണ്ടാക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് എന്താ പ്രത്യേകിച്ച് പണി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പോകാൻ. അപ്പോൾ എഡിറ്റിങ്ങിന് മുന്നേ ഞാനിതാ കുറച്ച് സാധനങ്ങൾ ആസ് യൂഷ്വൽ ഇന്നലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പെട്ടി അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ഡ്രസ്സ് കൈ കൊണ്ട് കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഈ പെട്ടി ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ഹാളിൽ തന്നെയാണ്. ഞാനത് റൂമിലേക്ക് പോലും കൊണ്ടുപോകാറില്ല കേട്ടോ. കാരണം അത് എപ്പോഴും ഓരോ ആഴ്ചയായിട്ട് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിലെ സാധനങ്ങൾ മാത്രം ഓരോ പ്രോഗ്രാം കഴിഞ്ഞാലും എടുത്ത് ഡ്രസ്സൊന്നും എടുത്ത് കഴുകി കൈ കൊണ്ട് മുക്കി അങ്ങനെ തോരിട്ടിട്ട് എടുക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതും പിന്നെ നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് മകരസംക്രാന്തി ആയിട്ട് എന്താണ് ഇവിടെ ഈ പട്ടം പറത്ത വൈകിട്ടാകുമ്പോൾ പട്ടം പറത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈവനിങ് ആകുമ്പോൾ അതൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് മകരസംക്രാന്തിക്ക് ഇവിടെ സ്പെഷ്യൽ. പൊങ്കൽ എന്ന് പറയുമ്പോൾ വേറെ കുറേ സംഭവങ്ങളാണ് അല്ലേ. മകരവിളക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് മകരജ്യോതി കാണുന്ന ദിവസം. അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ലോറി എന്ന് പറഞ്ഞിട്ട് അത് പഞ്ചാബികളുടെ ആണോ എനിക്കൊരു സംശയമുണ്ട്. അതും ഇവിടെ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ കാണാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാ സ്ഥലത്തെയും ആഘോഷങ്ങൾ ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തെ ആൾക്കാരും ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തെയും ആഘോഷങ്ങൾ ഇങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നല്ല അടിപൊളി ഡ്രസ്സുകൾ ആസ് യൂഷ്വൽ മകരസംക്രാന്തി ആയിട്ടല്ലേ എന്നൊന്നല്ല, കുറച്ച് ആമസോണിൻ്റെ നല്ല അടിപൊളി സെയിൽ നടക്കുന്ന സമയമാണ്. 13-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13 to 18 വരെയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും സെയിൽ ഇതാ ലാസ്റ്റ് ഡേ എങ്ങാനും ആയിരിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കിടിലനായിട്ട് വില കുറവിൽ കിട്ടും സാധനങ്ങൾ. എല്ലാവരും റിപ്പബ്ലിക് ഡേയും അങ്ങനത്തെ സെയിലൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് കുറേ വില കുറവിൽ ഇവിടെ ഷോപ്പിലും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല കുറച്ച് അടിപൊളി, ഇനി സമ്മറൊക്കെ വിൻ്ററൊക്കെ കഴിഞ്ഞ് സമ്മറൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല സിമ്പിളായിട്ടുള്ള ഓഫീസ് വെയേഴ്സ് ആൻഡ് എന്താ പറയുക കോളേജ് വെയർ കുർത്തികളാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിഗോ കളർ കുർത്തിയാണ് കേട്ടോ. സിമ്പിൾ കുർത്തിയാണ്, ഷോർട്ട് കുർത്തിയാണ്. 3/4 സ്ലീവ്സ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കളറിനാണ് ഏറ്റവും ഭംഗി. ആമസോൺ തന്നെയാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഒരു പ്യോർ കോട്ടൺ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഫുൾ വർക്ക് ബ്ലാക്കിൽ യെല്ലോ ആയിട്ട് 3/4 സ്ലീവ്സ് തന്നെ. ഇവിടെ ചെറിയൊരു എന്താ പറയുക ടേസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ. ഒരു സിമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം വളരെ സിമ്പിളാണ്. അങ്ങനെ ഭയങ്കര പാർട്ടി വെയർ ടൈപ്പ് ഒന്നല്ല. ഇതിൻ്റെ മുന്നിൽ ഇതൊരു കോട്ടൺ മിക്സ് പോലെ എനിക്ക് തോന്നി. ഇതിനൊരു പ്ലാസോ ടൈപ്പ് കണ്ടോ, ഒരു പ്ലാസോ ടൈപ്പ് പാൻറ്റും ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അടുത്തതും പ്യോർ കോട്ടൺ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അത്യാവശ്യം നല്ല നീളമുള്ള കുർത്തിയാണ്. നല്ലൊരു റെഡ് കളർ കേട്ടോ. ഒരു റെഡിൻ്റെ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ബ്രിക്ക് റെഡ് എന്നൊക്കെ പറയാം. അതിൽ ചെറിയ ഫ്ലവേഴ്സായിട്ട് ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ്, പിന്നെ കഴുത്തിൻ്റെ അവിടെ ഒരു ഗോൾഡൻ പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. 3/4 സ്ലീവ്സ് തന്നെയാണ്. ഗോൾഡൻ ഒരു ചെറിയൊരു വർക്ക്, പൈപ്പിംഗ് നെക്കിലെ പോലെ തന്നെ ചെറിയൊരു വർക്ക് ഫുള്ള് ഫ്രണ്ടിലേക്കും വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ്. ബ്ലാക്ക് താമര പോലത്തെ ഫ്ലവേഴ്സ് ആണ് ഇതിൻ്റെ പ്രിൻ്റ് എന്ന് വരുന്നത്. ഇതും അതെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് അല്ലേ. ഇത് വിത്ത് പാൻറ്റാണ് വരുന്നത് കേട്ടോ. നല്ല സൂപ്പർ കളറ്. എന്ത് കളറാണ്, താമരയുടെ പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ലോട്ടസ് പിങ്ക് ആണിത്. അതിലൊരു ലേസാണ് ഇവിടെ വരുന്നത്. സ്ലീവ്സ് കണ്ടോ, കുറച്ച് ഒരു പ്രത്യേകത ഉള്ള സ്ലീവ്സ് ആണ്. 3/4 സ്ലീവ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. ഒരു പ്ലാസോ ടൈപ്പ് പാൻറ്റാണ്. നല്ല ഭംഗിയുള്ള കളറ്, ഒരു പ്രിൻറ്റ്. പിന്നെ ഞാൻ ഒരു അടിപൊളി വാച്ച് വാങ്ങിയിട്ടുണ്ട്. ചുംബക്കിൻ്റെ വാച്ച് കേട്ടോ.
അതായത് എല്ലാവർക്കും അറിയാം അതിൻ്റെ സ്റ്റോറൊക്കെ ഇവിടെ മുംബൈയിലുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. അപ്പം നല്ല എനിക്ക് സെയിലും കൂടെ ആയപ്പോൾ നല്ലൊരു ഓഫറിൽ കിട്ടി. നല്ല ഭംഗിയുള്ള വാച്ച് അല്ലേ. ഇതിൻ്റെ പല കളക്ഷൻസും ഉണ്ട്. അവരുടെ എന്താ വെച്ചാൽ ഒരു ട്രഡീഷണൽ രീതിയാണ് അവരുടെ മറ്റേ ഡെക്കോർ ഐറ്റംസ് ആയാലും ഒക്കെ. ഇത് അവരുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള കുഷ്യൻസും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല റിവ്യൂ ആണ്. പിന്നെ നല്ല ഭംഗിയില്ലേ, സ്ട്രാപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരുപാട് റേറ്റ് അല്ലാത്ത എന്നാൽ നല്ല ക്ലാസി ലുക്ക് തരുന്ന വാച്ച് വേണമെങ്കിൽ ചുംബക്ക് നല്ലൊരു ഓപ്ഷനാണ്. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല ഭംഗി. അതിന്റെ പല കളേഴ്സും ഉണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാം, അതൊരു നല്ല ഓപ്ഷനാണ്. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറ് ഉണ്ടോ. 3/4 സ്ലീവ്സിൻ്റെ അവിടെ ലേസ് ഉണ്ട്. അതുപോലെ തന്നെ പ്യോർ കോട്ടൺ ആണ് കേട്ടോ. അതുപോലെ ഇവിടെയും ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലിറ്റ് ഉണ്ട്. ഇതും ഭയങ്കര ലോങ് കുർത്തിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്, പക്ഷെ നല്ലൊരു ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ. ഇതും ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിയത്. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ലഞ്ച് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് മകരസംക്രാന്തി സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ലഞ്ചാണ്. സ്പെഷ്യൽ ലഞ്ച് എന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലഞ്ചാണ്. കേർഡ് റൈസ്, തൈര് സാദം. ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എന്താ പറയുക ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ തൈര് സാദം എന്ന് പറയുന്നത്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഈ ചോറും കൂട്ടാനും ഉപ്പേരി എല്ലാം കൂടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനത്തെ സമയത്ത് ഏറ്റവും ഈസിയാണ്. പിന്നെ തൈര് സാദം നമ്മുടെ വയറിനായാലും നല്ലതാണ്. പിന്നെ ഭയങ്കര ടേസ്റ്റാണ് ആക്ച്വലി. അതിൽ ആ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വരുമ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ തൈര് സാദത്തിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ 65 നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഇന്ന് നമുക്ക് നോൺ വെജ് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലത്തെ നല്ല ഈ ഗോബി മഞ്ചൂരിയനോ ഗോബി 65 അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പൊട്ടാറ്റോ ഉണ്ടല്ലോ, ബേബി പൊട്ടാറ്റോസ് വെച്ചിട്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കും. ബേബി പൊട്ടാറ്റോസ് ഇങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ വെറും പൊട്ടാറ്റോ ഉപ്പേരി, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. കടുമാങ്ങ നല്ല ടേസ്റ്റ് ആണെങ്കിൽ കൂടെ ഇങ്ങനത്തെ എന്തെങ്കിലും വേണം കേട്ടോ, അപ്പോഴാണ് അതിന് കൂടുതലൊരു ടേസ്റ്റ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോബി മഞ്ചൂരിയൻ അല്ലെങ്കിൽ ഗോബി 65 അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൂടിപ്പോയി, വെള്ളം കൂടിപ്പോയി, അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് വളരെ ഈസിയാണ്. ഇത് വെറുതെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം. കുറച്ച് എണ്ണയിൽ അതിങ്ങനെ, ഇതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് തവണ കാണിച്ചതാണ്. കോൺഫ്ലോറും മൈദ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് സോയ സോസ്, മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ഉള്ളി ക്യാപ്സിക്കം നോക്കിയപ്പോൾ ഇല്ല, വെളുത്തുള്ളി നോക്കിയപ്പോൾ അതും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വാങ്ങിച്ചുകൊണ്ടിരണം. അതിൽ എല്ലാം സോട്ട് ചെയ്തിട്ട് സോയാ സോസും ചില്ലി സോസും എല്ലാ സംഭവങ്ങളും കൂടി ഇതങ്ങനെ സോട്ട് എടുത്ത് അടിപൊളിയാണ്. അപ്പോൾ ഇതും ചിക്കനും ഒക്കെ ആണെങ്കിൽ ഈ തൈര് സാദത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലാതെ വെറുതെ അത് കഴിക്കുമ്പോഴും ടേസ്റ്റാണ്, പക്ഷേ ഇങ്ങനത്തെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ നല്ലതാണ്. തൈര് സാദത്തിൽ ഒട്ടും പുളിയില്ലാത്ത തൈര് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാലൊഴിക്കും. ഒത്തൻറ്റിക് ആയിട്ടുള്ള അതിൽ കുറച്ച് പാലും ഒഴിക്കും. എന്നിട്ട് അതിൽ ഉപ്പിടും. എന്നിട്ട് നന്നായി വെന്തുടയുന്ന ടൈപ്പ് ചോറില്ലേ, അങ്ങനത്തെ ഇതുപോലത്തെ റൈസ് ഒക്കെ നല്ല തണുത്ത തൈരാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും കേട്ടോ, അതിടും. പിന്നെ അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പീനട്ട്സ് ഇടണം. പിന്നെ കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ ഇടാം. എന്തൊക്കെയാണോ ഇങ്ങനെ കടിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഒക്കെ നമുക്ക് ഇടുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ എപ്പോഴും ഇടുന്നതാണ് അനാർ, പൊമോഗ്രാനൈറ്റ് ഇല്ലേ, അതും കൂടെ ഇടുമ്പോൾ ഒരു സ്വീറ്റ്നെസ് പ്ലസ് ക്രഞ്ചി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതിൽ കടുകും ഇതൊക്കെ വറുത്തിടാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇന്നത്തെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് കറങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കറങ്ങാനല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് എപ്പോഴാണോ വീട്ടിലെത്തുക. എന്താ രമേശേട്ടന് പറയാനുള്ളത്? അന്ന് അഡൽസ് ചെയ്തു, അതിൽ കാണിച്ചൂലേ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലെത്തി. വന്ന അന്ന് തന്നെ ഞങ്ങൾ ഓടി അഡൽസ് ചെയ്തു കാണാൻ. ഫസ്റ്റ് ഡേ എന്നെ കാണണം എന്ന്. അത് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ വ്ളോഗ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ. നാട്ടിലൊക്കെ അതെ, വീട്ടിലൊക്കെ അച്ഛനമ്മയൊക്കെ വിളിക്കുമ്പോഴും എന്തായി അവിടെ ന്യൂസിലൊക്കെ, എല്ലാവർക്കും അറിയാലോ ഇത് അറിയാത്ത ആരും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും സംഭവം നമ്മൾ പോയതിന്റെ നെക്സ്റ്റ് ഡേ വൻ തിരക്കായിരുന്നു, പേപ്പറിലുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ നമുക്കത് കാണാൻ പറ്റി, നിങ്ങളിലേക്ക് വ്ളോഗിലേക്ക് എത്തിക്കാൻ പറ്റി. ഇനി ഇതുപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളോട് ഇതുപോലത്തെ വീഡിയോസ്, അതായത് മുംബൈയിലെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. നമ്മൾ പണ്ട് എത്ര ചെയ്തിരുന്നതല്ലേ, ഇപ്പോൾ നമുക്ക് സമയം എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്. ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു, നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അതിനായിരുന്നു അല്ലേ, ഇങ്ങനത്തെ മുംബൈയിലെ നല്ല നല്ല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ഒരുവിധമൊക്കെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു, പക്ഷെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട്. അതെ, പണ്ടത്തെ വീഡിയോസ് പോയി നോക്കും, നല്ല രസമുള്ള. ഒരുപാട് പേർക്ക് അതാണ് ഇഷ്ടം. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ, നമുക്ക് ഷാറുഖ് ഖാന്റെ വീട്ടിൽ പോയതും അമിതാഭ് ബച്ചന്റെ വീട് പോയിട്ട് അമിതാഭ് ബച്ചനെ കാണിക്കുന്നതും, അതെ,
പിന്നെ അങ്ങനെ അവിടെയൊക്കെയുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചെയ്യുന്നു. അതൊക്കെ അതിനായിരുന്നു നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിത്തുകുട്ടി ചെറുതായിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ ക്ലാസ്സസും ഡാൻസും രമേശേട്ടനാണെങ്കിലും ഒട്ടും സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പോവാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ വലിയ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം പോയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലേ. സമയത്തിന്റെ പരിമിതി മൂലമാണ്, എന്നാലും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് 8 മണിയായി നേരം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. വ്ളോഗ് വീഡിയോ ഒന്നും കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് 1-2 ഷോപ്പിലൊക്കെ പോകണമായിരുന്നു. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ റെഡിയാണ്. ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം, ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമ്മളിപ്പോൾ ഈ വന്ന സ്ഥലത്തില്ലേ ബൗൺസിങ് ബണ്ണി, ഞാനത് ഈ ഏരിയയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇവിടെ ബൗൺസിങ് ബണ്ണി എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി, നമുക്കൊരു ചെറിയ ഗെറ്റ് ടുഗെദർ ഒക്കെ നടത്താൻ മെയിൻ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അടിപൊളിയാണ് കേട്ടോ. പെർ അവറിനാണ് അവർ കിഡ്സിന് ചാർജ് ചെയ്യുക. പിന്നെ ഫുഡൊക്കെ എക്സ്ട്രാ. എന്നും ഭയങ്കര തിരക്കാണെന്നാണ് പറയണത്. ഇത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബർത്ത്ഡേ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. മേലെ കുട്ടികൾക്ക് കളിക്കാം, പിന്നെ താഴെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാം. നമുക്കും അത്യാവശ്യം വീക്കെൻഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ ഞങ്ങൾ 1 പ്രാവശ്യം പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ആണെങ്കിൽ ലേറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പാർക്കിലൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ സമയം 8:15. ഇനിയിപ്പോൾ ഒന്നിനും സമയമില്ല. നാളെ മിത്തുന് സ്കൂളുണ്ട്, നേരത്തെ പോകേണ്ട ദിവസമാണ്. എഡിറ്റ് ചെയ്യാനുണ്ട്, നേരത്തെ പോകേണ്ട ദിവസമായ കാരണം ഇന്ന് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഒന്നിനും സമയമില്ല, വേഗം വീട്ടിൽ പോവാം. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ വന്ന ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തി മഷ്റൂം കറി, മഷ്റൂമും മട്ടറും, അതായത് നമ്മുടെ ഗ്രീൻ പീസും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതുപോലത്തെ നല്ല അടിപൊളി കറി കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നലെ ഒരു 2 ദിവസമായിട്ട് നമ്മളിരുന്ന് കാണുന്ന ഒരു സീരീസാണ് കേട്ടോ. അപ്പോൾ ആ സീരീസ് ഇരുന്ന് കാണുകയാണ്. പേരല്ലൂർ പ്രീമിയം ലീഗ്, സണ്ണി വേണ്ടി നിഖില വിമലിൻ്റെ. നല്ല രസമുണ്ട്. ഇന്നലെ പ്രീമിയർ ലീഗ് ഞാൻ എന്താ പറഞ്ഞത്, പ്രീമിയം ലീഗ്. അതെ. അപ്പോൾ ഇന്നലെ 2 എപ്പിസോഡ് കണ്ടു. അതെന്താ വെച്ചാൽ സീരീസ് അല്ലേ, അത് ഹോട്ട്സ്റ്റാറിൽ അല്ലേ. അപ്പോൾ 2 എപ്പിസോഡ് കണ്ടപ്പോൾ ഫുള്ള് കാണാൻ പറ്റില്ല. സിനിമ പോലെ 2.5 മണിക്കൂർ കാണാൻ പറ്റില്ല. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കും. നല്ല അടിപൊളി സീരീസാണ്. ഇതുവരെ കണ്ടത് നല്ല രസമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ വെബ് സീരീസ് കൂടുതൽ വരണം മലയാളത്തിൽ. ഇതിപ്പോ 2ാമത്തേറ്റിലേ വന്നുള്ളൂ. കാരണം നമുക്ക് സിനിമയെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ എപ്പിസോഡ് കാണാന് എന്ത് രസം അല്ലെ. നല്ല എന്റർടൈൻമെന്റ്. തമിഴ് വെബ് സീരീസ് ഒക്കെ ഭയങ്കര രസമുള്ള വെബ് സീരീസ്. നമുക്ക് സിനിമയുടെ ആൾക്കാരെക്കാളും കൂടുതൽ നമുക്ക് ഫാൻ ആവാനും കൂടുതൽ ആക്ടിങ്ങിൽ ഒരുപാട് പേർക്ക് അഭിനയ സാധ്യത ഉണ്ട്. ഡയറക്ടേഴ്സിനുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനുണ്ട്. അപ്പോൾ നല്ലതാണ് ആക്ച്വലി. ഇത് അടിപൊളി സീരീസ് ഒക്കെ വന്ന. അപ്പോൾ അതിരുന്ന് കാണാൻ പോവാണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നാട്ടില് നമ്മുടെ വില്ലേജിലുള്ള സ്റ്റോറികളുടെ ഒക്കെ, കാരണം ഒരു നമ്മുടെ വില്ലേജ് സ്റ്റൈലിലുള്ള സ്റ്റോറികൾ എന്ത് രസമാവും അല്ലെ. അത്രയും നല്ല ഭംഗിയില് നമുക്ക് അങ്ങനെ എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ജിസ്മാൻ വിമലിന്റെ, അത് യൂട്യൂബിൽ തന്നെ ആയിരുന്നു ആ സീരീസ്. ആ പാട്ടില്ലേ, ആ പാട്ട് എനിക്ക് പേര് ഓർമ്മയിട്ടില്ല, രമേശേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല. ജിസ്മ വിമലിന്റെ അടിപൊളി സീരീസ് ആയിരുന്നു അത്. പിന്നെ ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ട്, ജോളി ജോസഫിന്റെ കറി ആൻഡ് സൈനൈഡ്. സംഭവം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അതായത് ഇത്രയും ക്രൂരമായ ആൾക്കാർ. ഷോക്കായത് ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രക്കൊക്കെ പണി പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയം 2 സിനിമ ഇരുന്ന് കാണും. ചപ്പാത്തി കൂടി കഴിക്കണം. അതെ, പക്ഷെ ഭയങ്കര ക്രൂവലായിട്ടുള്ള, പക്ഷെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സില്. ഞാനത് റിവ്യൂ കണ്ടപ്പോൾ ഭയങ്കര ഡിസ്റ്റർബിങ് ആവും, ഭയങ്കര പേരും ഒന്നുമില്ല കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് ആ സ്ത്രീയുടെ ക്രൂവൽ മെന്റാലിറ്റി മാത്രമാണ് എന്റെ മനസ്സിൽ. അങ്ങനെ ആശ്ചര്യത്തൊന്നുമല്ല. ഈ രമേശേട്ടനോട് എത്ര പറഞ്ഞു ഇന്ന് കാണാൻ. കുട്ടീനെ കാണിച്ചില്ല, കുട്ടികളെ കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല അത് കാണിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന ലേണിംഗ് ഒന്നുമില്ല, പക്ഷെ ഒരു തമാശയിലും ഒരു എന്റർടൈൻമെന്റും ഇല്ല, ഒരു ലേണിംഗും ഇല്ല. പിന്നെ അറിഞ്ഞിരിക്കണല്ലോ, അതിനും കൂടുതൽ അറിഞ്ഞു. അതൊക്കെ ഇഷ്ടംപോലെ അറിഞ്ഞു. കണ്ടോളൂ കേട്ടോ, നന്നായി എടുത്തിട്ടുണ്ട് ഡോക്യുമെന്ററി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ
ഭയങ്കരമായ സംഭവങ്ങൾ. അപ്പൊ രമേശേട്ട പോയ സമയത്ത് ഞാനിരുന്ന് കണ്ടതാണ്. കാരണം മിത്തുനായിട്ട് 10 മണിക്ക് കിടക്കും, പക്ഷെ എനിക്ക് ഓർക്കാൻ വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ 2 മണി 3 മണി വരെ എനിക്ക് ഓർക്കാൻ വരില്ല. അപ്പൊ ഞാൻ പക്ഷെ ആ ഒരു ആഴ്ച കൊണ്ട് ആ ഒരു സമയത്തില് ഞാൻ കുറേ നല്ല സിനിമ കണ്ടു. ഞാൻ പറഞ്ഞില്ല ഹായ് നന്ന എന്ന് പറഞ്ഞ സിനിമ നാനിയുടെ അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹായ് നന്ന. വെറുതെ ഞാൻ ഒരാഴ്ച ഓഫീസ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് വാതിൽ തുറന്നപ്പോ സൊപ്പ് വേറൊരു സൊപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഹായ് നന്ന സൂപ്പർ റൊമാൻറ്റിക് മൂവിയാണ്, എന്തായാലും കാണണം. പിന്നെ കറിയൻ സൈനഡ്, പിന്നെ ഏതാ കുറേ സിനിമ കണ്ടു, കുറേ ബുക്സ് വായിച്ചു. ഒക്കെ 2 മണി 3 മണി വരെ ഇരുന്ന സമയമുള്ളതുകൊണ്ട് അത് കുറേ കാണിച്ചു. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്തുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ കാരണം രമേശേട്ടൻ ഇങ്ങനത്തെ സിനിമകളൊന്നും കാണാൻ വരില്ല, കൂടെ ഇങ്ങനത്തെ ഡോക്യുമെന്ററി ഒന്നും കാണാൻ വരില്ല. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ കാണാറ്. എനിക്ക് ഒന്നെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വേണം, ബുദ്ധി ആലോചിക്കാനേ പാടില്ല, ചുമ്മാ ഇരുന്ന് തമാശ ഉള്ളത് അങ്ങനത്തെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ കുറെ ചിന്തിക്കാനുള്ള സംഭവങ്ങൾ നമുക്ക് ലേണിങ്ങിനുള്ള വേണം. ഇത് രണ്ടും ഇല്ലാത്ത ഹായ് നന്ന അടിപൊളി പടം. ഞാൻ പൊതുവേ ഹായ് നന്ന തെലുങ്കാണ്, മലയാളം ഡബ്ബുണ്ട്. പൊതുവേ ഞാൻ നാനിയുടെ ഭയങ്കര ഫാനാണ്. ആ ശ്യാം സിംഗ റോയ് കണ്ട മുതൽ ഞാൻ ഭയങ്കര ഫാനാണ് നാനിയുടെ. അപ്പൊ അതുകൊണ്ട് അതിരുന്ന് കണ്ടു. അപ്പൊ ആ സിനിമകളൊക്കെ കാണാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ സിനിമയും ഹായ് നന്നയും കാണാം. അത് നെറ്റ്ഫ്ലിക്സിലാണ്, അതോ എനിക്ക് ഓർമ്മയില്ല ഏതിലാന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് പ്രീമിയർ ലീഗ് കാണാൻ പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആമസോണിന്റെ സാധനങ്ങൾ ഇന്നും കൂടെ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. നാളെ ചിലപ്പോ വേറെ റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വേണം, ഒന്ന് മേടിച്ചു തരുമോ? ഇത് സ്വന്തം വാങ്ങിക്കാം മാത്രം. നന്നായി വരും. ആയുഷ്മാൻ ഭവ. അപ്പോ വേറൊന്നുമില്ല, ഞാൻ ഇതുപോലെ നല്ല നല്ല ബുക്സ് ഇങ്ങനെ കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ പറയാം കേട്ടോ. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അത് വായിച്ചില്ലല്ലോ, എത്ര പറഞ്ഞു? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നീയില്ല. ഞാൻ എന്തിനാ വേറെ പ്രിയപ്പെട്ടവരെ പറ്റി വായിക്കുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നയുണ്ട് ഇവിടെ. പിന്നെ ഞാൻ എന്തിനാ വേറെ ഒരു പ്രിയപ്പെട്ട ആളിനും ഞാൻ വായിക്കണ്ട? ശരി ശരി, ഓക്കെ. വായിക്കാനിരിക്കാനുള്ള എക്സ്ക്യൂസ് എന്താ പറയാ? കാരണം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് രമേശേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കമന്റ് ഉണ്ടായിരുന്നു, രമേശേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്നാ വിചാരിച്ച്. അല്ല, വെരി എക്സ്ട്രോവേർട്ട്. പിന്നെ രമേശേട്ടന് 5 മിനിറ്റിൽ കൂടുതൽ ഒരു സിനിമ കാണാനുള്ള ഇഷ്ടമില്ല. അത് നിങ്ങൾക്ക് അറിയോ? അതായത് ഇരുന്ന് കാണുക, ഇരുന്ന് വായിക്കുക, റൊമാൻറ്റിക് സിനിമകൾ കാണുക, ഇതൊന്നും ചെയ്യില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാണ്. അങ്ങനെ സ്വപ്പു റൊമാൻറ്റിക് ആണോ? അത്യാവശ്യം. നമ്മൾ രണ്ടുപേരിൽ ആരാ കൂടുതൽ റൊമാൻറ്റിക്? ഞാനല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനാ റൊമാൻറ്റിക് സിനിമ കാണണം? നമ്മൾ രണ്ടുപേരിൽ ആരാ കൂടുതൽ എഴുതുക? അങ്ങനെ പറയാൻ പറ്റില്ല. എഴുത്തും വായന തമ്മിൽ വ്യത്യാസം. അല്ല, ആരാ എഴുതുക? പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ആരാ എഴുതുക? ആൻസർ പറ. ആരാ എഴുതുക? ഞാൻ പറയട്ടെ. അല്ല, ആരാ എഴുതുക? ഇപ്പൊ ചാടി എഴുതാറൊന്നുമില്ല. അല്ല, ഇപ്പൊ ഇവിടെ ചാടി വീഴും എഴുതുന്ന ആള്. എഴുത്തുന്നുള്ള പേര് ഈ വീട്ടില് പറയാൻ പറ്റില്ല. എന്റെ പൊന്നോ, ഒരു ഫുൾ എന്താ പറയാ A4 ഷീറ്റിന്റെ ഒരു മൊത്തം ബണ്ടിൽ മേടിച്ചെന്ന് രാത്രി എടുത്തു കഴിഞ്ഞാൽ 4 രാവിലേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവും. എഴുതിയിട്ട് എന്റെ അമ്മോ. സ്വപ്പിന്റെ ഞങ്ങളതാ പറയണ്ടായിരുന്നു. ഇപ്പൊ 2024 ഡയറി വന്നു. അപ്പൊ എല്ലാ വർഷവും ഡയറി കിട്ടുമ്പോൾ കുറേ ഡയറികൾ ഇങ്ങനെ വീട്ടിൽ വരും, പലതും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ കൊടുക്കും. മിത്തുവിന്റെ ഡയറി കിട്ടി. മിത്തു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വർഷം മുഴുവൻ അതിന്റെ ഇവന്റ് അതിന്റെ ഒക്കെ ഭംഗി ഉണ്ടാക്കി. അവള് ആദ്യത്തെ ദിവസം മുതല് അവള് നല്ല ഭംഗിയിൽ അത് എന്തുപോലെ ഇപ്പൊ ഒരു ഡയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ട് പേജ് അതിന്റെ വേറെ ഒരു ഡയറി ഇങ്ങനെയല്ല. ഇത് എനിക്ക് കിട്ടിയ അതുള്ളതാണ്. അതിന്റെ ഫ്രണ്ട് സൈഡ് ഫുൾ ഭംഗി ഉണ്ടാക്കി. അതിന്റെ ഉള്ളിലൊക്കെ വരച്ച ഡോഡിൽസും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഫുൾ എഴുതി ഉണ്ടാക്കി അത് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഓരോ മാസത്തെയും സംഭവങ്ങൾ അവള് നല്ല ഭംഗിയിൽ അല്ല ഇനി അവൾ അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഇതാ ബാക്കിലെ പേജ് ഇതൊക്കെ റെഡിയാക്കി. അതായത് ഇതിലെ ഓരോ പഴുതും ചെറിയ പ്രശ്നമുണ്ട്. ഈ ഡയറിയിൽ ഒരു പേജ് പോലും അവള് ഡിസംബർ ആവുമ്പോഴേക്കും വിടില്ല. അങ്ങനെ അവൾ എഴുതി അത് കുത്തി കുറിച്ച് ആ ഡയറി അങ്ങോട്ട് നമുക്ക് മുതലാക്കി എന്ന് പറഞ്ഞാലും പോരാ. എനിക്ക് അതിന് റിട്ടേൺ ഉള്ള പോലെയാണ്. ഇനി ഞാനും ഇതുപോലെ തന്നെയാണ്. ആ ഡയറി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ തോട്ടും അപ്പൊ അങ്ങനെ അധികം ഓഫീസിൽ അല്ല, എന്റെ പേഴ്സണൽ സംഭവങ്ങൾ ഞാൻ എഴുതാറില്ല. എന്റെ പേഴ്സണൽ ഡയറി ഇല്ലേ. ഇനി ഒരാൾക്ക് ഞാൻ ഡയറി കൊടുത്തു, സോപ്പു 2024 ഇതാണ് ഡയറി. ഹായ് വാവ് എന്നിട്ട് മേടിക്കും. പാൻ എടുത്ത് തുറക്കും. ഫസ്റ്റ് പേജിൽ
സ്വപ്ന രമേശ്. ഒരു കുത്തിക്കുറിക്കല അതും എഴുതുന്നത് ഒരു സെക്കൻഡില്. സ്വപ്ന രമേശ് എ പോസിറ്റീവ്. എന്നിട്ട് അവളുടെ ഫോൺ നമ്പർ എഴുതും. ആ ഡയറിയിൽ ആകെ എഴുതുന്നത് ഈ വർഷം ഈ 3 ലൈനാ. ആ ഡയറി അവിടെ ഒരു മൂലക്കിലിടും. എന്നാ ഫസ്റ്റ് പേജിലെങ്കിലും ഒന്ന് എഴുതാം, സ്വപ്ന രമേശ് എ പോസിറ്റീവ് ഫോൺ നമ്പർ. ഇപ്പൊ 2022, 2023 ഇപ്രാവശ്യം കൊടുത്തതിലും ആ നേരെ കിട്ടി സ്വപ്ന രമേശ്. കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കറക്റ്റ് വെക്കും. നമുക്ക് വായിക്കണം, സിനിമ കാണണം, അത് എഴുതണം, ഡാൻസ് കളിക്കണം, അത് ഇത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഉറങ്ങാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എഴുതാനുള്ള പരിപാടി ഉറങ്ങും. ഉറങ്ങും കൂടെ ഒരാഴ്ച ഞാൻ വെറും 4 മണിക്കൂറാണ് ഉറങ്ങിയത്. മനുഷ്യട്ടില്ലാത്ത ഒരാഴ്ച. അപ്പൊ എനിക്ക് ഉറങ്ങും കൂടെ വേണം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അല്ലാതെ ഞാൻ 2.5 മണിക്കൂറിന്റെ സിനിമ 4 മിനിറ്റ് കൊണ്ട് ഓടിച്ചിട്ട് കാണുക, അങ്ങനത്തെ പരിപാടി. എനിക്ക് ഒരു സംഭവത്തിൽ ഇരിക്കണം വെച്ചാൽ ഒറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് എന്റർടൈൻമെന്റ് വേണം. ഓക്കെ, അല്ലെങ്കിൽ അതൊന്ന് എന്തെങ്കിലും ഒരു നല്ല ലേണിംഗ് വേണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാറില്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടല്ലേ, നമ്മൾ ഓരോരുത്തരും ഇഷ്ടം. അതുകൊണ്ട് സിനിമ കാണൽ അധികം ഞങ്ങൾ 3 പേരും കൂടിയുള്ള കാണല് വളരെ മീൻസ് അങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമ വളരെ കുറവാണ് ഉണ്ടാവാറ്. കാരണം എനിക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മളൊരു ഫാമിലി ടൈം എന്നുള്ള രീതിയിൽ ഞങ്ങൾ 3 പേരും സഹിച്ചിരുന്ന് കാണും. ഞാൻ പിന്നെ അത്ര സഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങിണ്ടാവും. പക്ഷെ ആ സിനിമയുടെ പേര് പറയണില്ല. ചില സിനിമകളിൽ ഞങ്ങൾ 3 പേരും ഒരു അഭിപ്രായം പോലെ, ഏറ്റവും ആദ്യം അഭിപ്രായം പറയാൻ ഞാനാ എന്താ സ്വപ്പ് ഇത് ചോദിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്പം എല്ലാം മൊബൈലിൽ എടുത്തിട്ട് സ്വപ്പ് വെക്കും. ഏറ്റവും അവസാനം മിത്തു പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടം നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. ചില സ്ഥലങ്ങൾ മിത്തു പറയും പപ്പ മതി പപ്പ അങ്ങനെ പല സിനിമകളിൽ പറയുന്നത്. 4 ദിവസം ഇരുന്ന് കണ്ടു ഒരു സിനിമ, 4 ദിവസമായിട്ട് സഹിക്കാൻ പറ്റാതെ ഓഫ് ചെയ്യാം. എന്നിട്ട് അവള് നിർത്തിയില്ല. ഞാനൊക്കെ പിന്നെ ആദ്യത്തെ 1/2 മണിക്കൂർ നോക്കും, പറ്റിയില്ലേ കട്ട് ഓഫ്, പിന്നെ ഞാൻ അങ്ങോട്ട് പോവില്ല, പിന്നെ ആ സിനിമ ഞാൻ കാണില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഈ അടുത്ത് കണ്ട കുറെ നല്ല സിനിമകളുണ്ട്. അതിൽ എനിക്ക് ഈ ഒരു വെബ് സീരീസ് ഇതുവരെ നല്ല, പൊതുവെ എനിക്ക് സണ്ണിവേന്റെ ഭയങ്കര ഇഷ്ടമാണ്. നിഖില വിമലിനി നല്ല രസമല്ലേ, നാട് ലാളിത്യം ഒക്കെ നിറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വല്ലപ്പോഴല്ലേ കാണാൻ പറ്റും. ഞാൻ ശരിക്കും ആലോചിക്കണ്ടായിരുന്നു. അപ്പോൾ എന്റെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഒരു വെബ് സീരീസ് എടുക്കാൻ. കാരണം എന്റെ നാട്ടിലൊക്കെ ഉള്ള കഥകളില്ലേ, എന്റെ നാട്ടില് നിന്റെ കഥകളല്ലേ കഥകൾ, നീ നായിക എന്റെ നാട്ടിലെ കഥകൾക്കോ ഞാൻ വരുന്നില്ല. എന്റെ ബോഡി എന്റെ ഫിഗർ എന്റെ തല. പിന്നെ ഞാനെന്തിനാണ് ഇപ്പൊ തുടങ്ങണത്? ഞാൻ ഇല്ല, കഥ ഉപേക്ഷിച്ചു. എന്ത് ചെയ്യാം, കുറച്ചെടുക്കാൻ പറ്റില്ലല്ലോ. നിന്നെ വെച്ചിട്ട് വെബ് സീരീസ് തുടങ്ങാനല്ലേ. ഫുഡ് അടി ഷോപ്പിംഗ് തിരിഞ്ഞിങ്ങോട്ട് വന്ന് പിന്നെ ഫുഡ് അടി ഷോപ്പിംഗ് ഫുഡ് അടി. എനിക്ക് അഭിനയിക്കുന്നവരെ വേണ്ട, എനിക്ക് ജീവിക്കുന്നവരെയാണ് വേണ്ടത്. ജീവിക്കാൻ എന്നെ കഴിഞ്ഞല്ലോ ലോകത്ത്. ഞാൻ ജീവിക്കുന്ന പോലെ ലോകത്ത് ആരും ജീവിക്കില്ല. ഫുഡൊക്കെ കഴിക്കുന്നത് എന്തൊരു ജീവിച്ച് കാണിക്കണമെന്നല്ലേ. മഷ്റൂം ഒക്കെ പോയത് കണ്ടില്ലേ ഇപ്പൊ, ജീവിച്ച് കാണിച്ചോന്ന് എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യും. അതുപോലെ ഒരു സംശയമില്ല. ഇത്തിരി ലക്ഷറി ആരാണ് ആഗ്രഹിക്കാത്ത, അത്രേ ഉള്ളൂ. അപ്പൊ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.